ഹലോ, ഇന്ന് നമുക്ക് സ്കൂളിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്കെയിലാണ്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടാറായിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഇയർ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ സ്കെയിൽ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കട്ടിയുള്ള ഒരു ബ്രോഷറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാഗസിനോ എന്തെങ്കിലും എടുക്കാം, കട്ടി ഉണ്ടായാൽ മതി. എന്നിട്ട് 18 സെൻറ്റിമീറ്റർ നീളവും പിന്നെ 3 സെൻറ്റിമീറ്റർ വീതിയിലും ആദ്യം ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ 2 പേജ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേജ് കൂടെ ആവുമ്പോൾ കുറച്ചുകൂടി കട്ടിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ബുക്കുമ്മൽ തന്നെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ആ 2 പീസ് കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിയുള്ളൊരു സ്കെയിൽ കിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണോ, 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്കെയിൽ കിട്ടില്ല എന്നൊക്കെ ചോദിക്കണവരോട് ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്കെയിൽ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ 2 പീസും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതുപോലെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ നിഴൽ കാണാൻ പറ്റും, അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ള പീസസൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നീറ്റായിട്ട് നമുക്ക് സ്കെയിൽ കിട്ടും. അങ്ങനെ ബാക്കിയുള്ള പീസസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് വരയ്ക്കാം. അപ്പോൾ ഒറിജിനൽ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 18 സെൻറ്റിമീറ്ററിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശരിക്കുള്ള സ്കെയിൽ 15 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ നമുക്ക് മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് വെച്ചിട്ടാണ് 18 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴത്ത് 15 സെൻറ്റിമീറ്റർ തുടങ്ങി മുകളിലേക്കാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് സ്പേസ് കിട്ടും. അങ്ങനെ ഞാൻ മെഷർമെൻ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് കിട്ടും. പിന്നെ ഞാൻ നമ്മുടെ സ്കെച്ച് ബുക്കിൽ നിന്ന് ഒരു പേജ് കീറിയിട്ട് ഇതുപോലെ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാനാണ്. നമ്മൾ സ്കെയിലുമ്മൽ ഹാർട്ട് വരച്ചുകൊണ്ടാണ് ഹാർട്ടിൻ്റെ സ്റ്റിക്കർ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് സ്പേസ് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കെയിലിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പോൾ കുറച്ച് റോൾ അടിക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി സ്കെയിലാണ്, കുറച്ച് വലിയ സ്കെയിലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കെയിലിൻ്റെ നീളം 17 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും. ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും സെയിം ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഞാനൊരു ബ്ലൂ കളർ പേപ്പറും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു ക്യാറ്റ് തീമിലാണ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ ക്യാറ്റിൻ്റെ തല ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പിങ്ക് കളർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ വൈറ്റ് പേപ്പറിൽ കുറച്ച് പിങ്ക് കളർ അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഒന്നിനല്ല, നമ്മുടെ ക്യാറ്റിൻ്റെ ചെവി കുറച്ച് ക്യൂട്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യൂട്ട്നെസ് ആക്കാനായിട്ട് ഞാൻ വൈറ്റ്നറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ഒരു 3 കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കുത്തും പിന്നെ 2 ചെറിയ കുത്തും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്യൂട്ട്നെസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ സ്കെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒറിജിനൽ സ്കെയിൽ വെക്കുക, മെഷർമെൻറ്റ് നോക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്പേഴ്സ് ഇതുപോലെ ഓർഡറിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ സ്പേസ് ഒന്നും വിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വേറെ സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള 4 സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ A4 ഷീറ്റ് എടുക്കുന്ന കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ഒരു പോക്കറ്റ് ഡയറി ആണ്. അതായത് ഇതുപോലെ നമുക്ക് സ്കൂളിലേക്ക് ഹോംവർക്കൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പോക്കറ്റ് ഡയറിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത്, നമുക്ക് പേപ്പർ ഇതുപോലെ ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എത്ര പേജാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും A4 എടുക്കാം കേട്ടോ. നമ്മൾ മുന്നേ ഇതുപോലെ ജേർണൽ ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര A4 ഷീറ്റാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എത്ര എടുത്താലും കുഴപ്പമില്ല, കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡിലും ഇതുപോലെ പേപ്പർ ക്ലിപ്പ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്ലൂ തേക്കുക, മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ പേജും ഈക്വലായിട്ട് നമുക്ക് ഒട്ടി കിട്ടും കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുക്കിൻ്റെ വീതിയിൽ വേറൊരു കളർ പേപ്പർ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബുക്ക് ഉണങ്ങാൻ നമുക്ക് സമയമില്ല, ഞാനപ്പോൾ വേഗം എടുത്തിട്ടൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട്
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് ചട്ടയായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ അത് ആ ബുക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കുറച്ചധികം പേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കളർ പേപ്പറിലേക്ക് നമ്മുടെ ബുക്കിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ചധികം സ്പേസ് ഉണ്ട്, അത് നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് ഞാൻ ആ മിഡിൽ ഭാഗത്ത്, അതായത് പേപ്പർ വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരുന്നോളും, പേജസ് ഒന്നും വിട്ടുപോരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്തപ്പോൾ രണ്ട് സൈഡിലും ചട്ട സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതാ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പോക്കറ്റ് ഡയറി റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം ടേബിളൊക്കെ എഴുതി വെക്കാം, അതുപോലെ തന്നെ ഹോംവർക്ക് തരാണെങ്കിൽ അത് എഴുതി വെക്കാം, എല്ലാം എഴുതി വെക്കാം കേട്ടോ. സ്കൂളിലേക്ക് നമുക്ക് ജസ്റ്റ് പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറും അതുപോലെ തന്നെ മൈ പോക്കറ്റ് ഡയറി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ക്യൂട്ടായിട്ടുള്ള 2 പോക്കറ്റ് ഡയറീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സ്കൂളിലേക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. നമ്മളെ മുന്നത്തെ വീഡിയോസിൽ കുറേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് കളർഫുൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാണ്, ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ചോദിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാ പേജസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു A4 ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ സൈഡിൽ ഇതാ ഇതുപോലെ 2 പേപ്പർ ക്ലിപ്പ് വെച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഗ്ലൂ തേക്കുക, അതൊന്ന് ഒട്ടിക്കാൻ വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെക്കാനായിട്ടൊരു സംഭവം ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ നമ്മുടെ സ്കെച്ച് ബുക്ക് ഒരു പേജും കൂടെ കീറിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വരയ്ക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, ഞാൻ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് മുകളിൽ സ്റ്റിക്കി നോട്ട്സ് എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റിക്കി നോട്ട് എന്ന് എഴുതി കൊടുത്ത സ്ഥലത്ത് ഞാനൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സിൽ ഏറ്റവും ചെറിയൊരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒന്ന് എടുക്കുക. ഇതും അത്ര നീറ്റായിട്ട് ഉണങ്ങിയിട്ടില്ല, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിൽ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സംഭവം ഉണങ്ങി കിട്ടും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റാപ്ലർ അടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചട്ടയമൽക്ക് നമ്മുടെ 3 സ്റ്റിക്കി നോട്ട്സും ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസ് ചോദിച്ചവരോട്, ഇതിന് പ്രത്യേകിച്ച് യൂസ് എന്ന് പറയാനായിട്ട് സ്കൂളിൽ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർമാർ ഏതെങ്കിലും ഒരു പേജിൽ ഹോംവർക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേജ് വായിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ഇന്ന ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, വെക്കേണ്ടവർക്ക് വെക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് നമുക്കിത് എഴുതിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂൾ സപ്ലൈസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗീവ് അവേസ് ഒക്കെ അനൗൺസ് ചെയ്യാറായിട്ടുണ്ട്. 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.